പ്രതിപക്ഷ പാർട്ടി കൂട്ടായ്മയായ ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ഇന്ന് നടക്കും. 23 പാർട്ടികൾ യോഗത്തിൽ പങ്കെടുക്കും. അതേസമയം കോൺഗ്രസ് മുന്നണി മര്യാദ പാലിക്കുന്നില്ലെന്ന വിമർശനവുമായി ജാർഖണ്ഡ് മുക്തി മോർച്ച രംഗത്ത്. കോൺഗ്രസ് ഏകപക്ഷീയമായി രാജ്യസഭാ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതാണ് ജെഎംഎമ്മിന്റെ അതൃപ്തിക്ക് കാരണമായത്. യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് DMK നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ മാസം അവസാനം പാർലമെന്റ് സമ്മേളനം ചേരാനിരിക്കെ പ്രതിപക്ഷ കൂട്ടായ്മ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഡൽഹിയിൽ ഇന്ത്യ മുന്നണി യോഗം വിളിച്ചത്. എന്നാൽ യോഗത്തിനു മുൻപേ പ്രതിപക്ഷ മുന്നണിക്കുള്ളിൽ പാർട്ടികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം രൂക്ഷമാവുകയാണ്. കോൺഗ്രസ് നേതൃത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് DMK, CPM, ജാർഖണ്ഡ് മുക്തി മോർച്ച തുടങ്ങിയ പാർട്ടികൾ ഇതിനോടകം പരസ്യമായി രംഗത്തെത്തി. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനമാണ് ജാർഖണ്ഡ് മുക്തി മോർച്ച ഉന്നയിച്ചത്. മുന്നണി മര്യാദ പാലിച്ചില്ലെന്നാണ് ജെഎംഎമ്മിൻ്റെ വിമർശനം. കോൺഗ്രസ് രാജ്യസഭാ സ്ഥാനാർത്ഥിയെ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചതാണ് ജെഎംഎമ്മിൻ്റെ അതൃപ്തിക്ക് കാരണം. CPM BJP ഡീലെന്ന കോൺഗ്രസ് ആരോപണത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് CPM ജനറൽ സെക്രട്ടറി MA ബേബി കത്ത് നൽകിയിരുന്നു. പിണറായി വിജയനെ രാഹുൽ ഗാന്ധി അപമാനിച്ചെന്നും ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രസക്തി നഷ്ടമാവുകയാണെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രതിപക്ഷ മുന്നണി യോഗത്തിൽ DMK പങ്കെടുക്കില്ലെന്ന് നേരത്തെ തന്നെ MK സ്റ്റാലിൻ വ്യക്തമാക്കിയിരുന്നു. തമിഴ്നാട്ടിൽ സഖ്യം ചേർന്ന് മത്സരിച്ചിട്ടും തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കോൺഗ്രസ് TVKയ്ക്കൊപ്പം ചേർന്നതാണ് DMKയെ ചൊടിപ്പിച്ചത്. എന്നാൽ നേരത്തെ പ്രതിപക്ഷ മുന്നണിയോട് അകലം പാലിച്ചിരുന്ന മമതാ ബാനർജി യോഗത്തിൽ പങ്കെടുക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി.